നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ശനിയുടെയും വേഴത്തിൻ്റെയും രാഹുവിൻ്റെയും ഗ്രഹസഞ്ചാരങ്ങളെ കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർ ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ മുക്കാല് വരെയുള്ള ആൾക്കാർക്ക് വേഴൻ കഴിഞ്ഞ മെയ് മാസം മുതൽ 8-ലാണ് സഞ്ചരിക്കുന്നത്. വേഴൻ 8 നിൽക്കുന്ന കാലം വളരെ സാമ്പത്തിക ക്ലേശങ്ങളും പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സും വരുമാനങ്ങളും കാര്യങ്ങളും കുറഞ്ഞു പോകുന്നത് പോലുള്ള അവസ്ഥകളും, എത്ര രൂപ കിട്ടിയാൽ അത് വാങ്ങിച്ച് കിട്ടിക്കും ബാങ്കിലും ലോണുകളും അടയ്ക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ചെയ്യാനും. പിന്നെ സേവിങ്സ് ഒന്നും ഇല്ലാണ്ടാനും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി പോരാനും പറ്റും. വേറെ 8 നിൽക്കുന്ന കാലം 8ൻ്റെ പണി കിട്ടും. ജാതംബാ വിഫലം നഷ്ടവികലോ ശത്രുവാദി കഷ്ടവും അഷ്ടമഹാനാം. ജാതംബാ വിഫലം വെച്ചാൽ ഒരു ഫലവും ഞങ്ങൾക്ക് കിട്ടണില്ല എന്ന് തോന്നും. എൻ്റെ ബിസിനസ്സുകാരും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഉദ്യോഗസ്ഥന്മാരും അധികാരികളൊക്കെ എനിക്കൊരു ഫലവും കിട്ടണില്ലെന്ന് കൊണ്ട് ജോലി രാജിവെച്ച് പോകാൻ ശ്രമിക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ ശ്രമിക്കണം. വലിയ പ്രമോഷനും സാലറിയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മെച്ചങ്ങളൊന്നും കിട്ടാത്ത സമയമാണ്. നമ്മൾ മത്സരത്തിന് പരീക്ഷയ്ക്കൊക്കെ പോയാൽ പ്രതീക്ഷിച്ച മാർക്കും നേട്ടങ്ങളും കിട്ടാതെ പോകുന്ന സമയമാണ്. എങ്കിലും പരാജയം നമുക്ക് വിജയം തന്നെയായിട്ട് വരും. പരാജയം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ മാറ്റമൊന്നും അല്ലെങ്കിലും നമുക്ക് വലിയ നേട്ടങ്ങളാണല്ലോ എനിക്കത് കിട്ടിയതെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വലിയ മാർക്ക് കിട്ടിയല്ലോ, ഞാൻ ജയിച്ചല്ലോ എന്ന് സന്തോഷിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ നേട്ടങ്ങളാണുണ്ടെങ്കിലും വലിയ ഭാഗ്യങ്ങളായിട്ട് കണക്കാക്കണം. രോഗങ്ങളും അപകടങ്ങളും കടങ്ങളും ചില പൂർവിക സ്വത്തുക്കളൊക്കെ വിറ്റ് കടമൊക്കെ തീർക്കാനും ശ്രമിക്കും. അതും തെറ്റൊന്നുമല്ല, ചെയ്യാം. കടങ്ങൾ കൂടി വരാനുള്ള അവസരമുണ്ട്. പിന്നെ മക്കൾക്ക് ചില അസുഖങ്ങളും ശത്രുക്കളും വിരോധികളൊക്കെ ഉണ്ടാകുന്ന സമയം, വലിയ മക്കളുടെ കാര്യമൊക്കെ ആണെങ്കിൽ ശരിക്കും പിള്ളേർക്ക് വിവാഹം വേണ്ട, ജോലി വേണ്ട, ഈ നാട്ടിൽ നിൽക്കുന്നില്ല, പ്രവാസ ജീവിതം മതിയെന്ന് തോന്നും. വിത്തക്ഷയം പ്രവാസം രോഗാൻ ജന്യന്തി മരണഭീതിമ്പ. വിത്തക്ഷയം ധനനഷ്ടം, പ്രവാസി നാടും വീടും വിട്ടു പോകണമെന്ന് തോന്നും. രോഗങ്ങൾ മരണഭയങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ നമ്മൾ നല്ല രീതിയിൽ ഭജിക്കണം. വിഷ്ണുവിനെ ഭജിച്ചാലുള്ള ദോഷം എന്തെന്ന് വെച്ചാൽ, വിഷ്ണുവിനെ ഭജിച്ചാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ സർവ്വദോഷവും തീരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ആ അർജുനന് ഒരുപാട് ബന്ധുക്കളൊക്കെ ശത്രുക്കളായിട്ട് വന്ന് യുദ്ധത്തിന് വേറുപുള്ളി വിളിച്ച്, അങ്ങനെ എനിക്ക് യുദ്ധം വേണ്ട കൃഷ്ണ, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളാം, എൻ്റെ രാജ്യവും ഭരണമൊക്കെ ശത്രുക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് യാചിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ്, നീ പേടിക്കണ്ട, എൻ്റെ ബന്ധുക്കളൊക്കെയാണ് ശത്രുക്കളായിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് നീ ബന്ധുവാണെന്ന് തോന്നുന്നില്ലല്ലോ. ക്ഷത്രിയധർമ്മം യുദ്ധം ചെയ്യലാണ്, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യും. അപ്പം പറഞ്ഞു, ഭഗവാനെ, ആനപ്പടയും കുതിരപ്പടയും വീരാളിയും പടയാളിയും തേരാളിയും എല്ലാ ശത്രുക്കൾക്ക് കൊടുത്തിട്ട് അവൻ്റെ കൂടെ എടാ പോയി യുദ്ധം ചെയ്യാൻ പറയുന്നത്, അതിനേക്കാളും ഭഗവാൻ എന്നെ കൊന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ അർജുന, നീ എന്തിനു പേടിക്കണമെന്ന് പറഞ്ഞ് യുദ്ധത്തിൽ അർജുനൻ ജയിച്ചു. അതേപോലെ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആൾക്കാരും ഒരുപാട് ശത്രുക്കളെ പോലെ വരികയും സർക്കാർ, കോടതി, കേസ്, വഴക്കൊക്കെ വന്ന് മുമ്പ് നിൽക്കുകയൊക്കെ ചെയ്താലും ഭഗവാൻ കൂടെ നിന്നാൽ നിങ്ങൾ പേടിക്കരുത്. അതുകൊണ്ട് ഭഗവാന്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി ഭഗവാനോട് കൂടി കുറച്ച് അടുപ്പം കാണിക്കണം. അമ്പലത്തിലും ദേവന്മാരെടുത്തുമൊക്കെ പോകണം. സ്വയം ജപവും തപമൊക്കെ നടത്തുന്നവരാണ് തുലാരാശിക്കാർ. പള്ളിയിലച്ചന്മാരും അതേപോലെ മതപണ്ഡിതന്മാരും ജ്യോത്സ്യന്മാരും സ്വാമിമാരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഭക്തി കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ മാറുമെങ്കിലും ഇത്രയും കാലം ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ഗുണവും കിട്ടിയില്ലെന്ന് ധരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ കൂടെ കാണും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാഹു നമുക്ക് 6 സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ത്വഗ്രോഗങ്ങൾ, ഉഷ്ടമാപാതികാൻ രോഗാൻ, നേത്രപാത ഭവാനപി വിഷവീരിഞ്ച നീജാനാം വിരോധം ഗുരുദേവാനി. രാഹു 6 നിൽക്കുമ്പം
ത്വഗ്രോഗങ്ങൾ, നേത്രം, കണ്ണിന്, കാലിന് അസുഖം, വിഷപീടി, പാമ്പേടി, വെപ്പത്തേടി, വിഷഭയം, തേനീച്ച, കടന്തലൊക്കെ കൊത്തിയുള്ള ആപത്തുകൾ, നീചന്മാരുടെ വിരോധം. നിങ്ങൾ നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യണമെങ്കിലും അവർ നമ്മളെ നിന്ന് പൈസയും വാങ്ങിച്ച് നമ്മളെ പറ്റിച്ചിട്ട് നമ്മളാണ് അവരെ വഞ്ചിച്ചത് പറ്റിച്ചതെന്ന് പറഞ്ഞ് ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് ശത്രുതകളും ബന്ധുവിരോധങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. അവരെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടു, പക്ഷേ നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ പോകേണ്ടുന്നത് അത്യാവശ്യമാണ്. രാഹു മാറുന്നത് വരെ നമ്മൾ നാഗർക്കും ശിവനും ശാസ്താവിനും ഒക്കെ ഭജിച്ചുകൊണ്ടിരിക്കണം. കാലഭൈരവ സ്വാമിക്ക് അർച്ചന, ദർശനം, വഴിപാട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുവിൻ്റെ 6ലുള്ള പ്രശ്നങ്ങളങ്ങ് മാറി കിട്ടും. 2025 മാർച്ച് അവസാനം വരെ ശനി 5ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ടക ശനി മുതലായിരിക്കുന്ന ദോഷങ്ങൾ ഒന്നുമില്ല. ശനി 5 നിൽക്കുമ്പോൾ സാധാരണ ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത് കണ്ടക ശനി, ഏഴേണ്ട ശനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശനി നല്ലതായിട്ട് വരുന്നത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. എങ്കിലും ശനി സന്താനസ്ഥാനത്തിരിക്കുമ്പോൾ കൂടുതൽ ടെൻഷൻ. കാരണം ഈ 5 എന്ന് പറയുന്നത് പ്രജ്ഞാ, പ്രതിഭ, മേധ, വിവേകം, ശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാറ്റ, തനൂജ, പഞ്ചമനാഥോ, സൗമനസ്യാമതി ചിന്തിയും. സൗമനസ്യം, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ആളുകളത് വിരോധമായിട്ട് എടുക്കും. നമുക്ക് ബുദ്ധിയും അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പഠിക്കണവർക്കും ജയിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ ആ ഉത്സാഹം ഒന്ന് കുറഞ്ഞ് അലസന്മാരെ പോലായിരിക്കും. അതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ്. ഈ വേഴെട്ടിയിട്ട് മാറുന്നത് വരെ നിങ്ങൾ മരുന്നും മന്ത്രവും ഭക്തിയും ദൈവികമൊക്കെ കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റി നിൽക്കണം. വേഴനെന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നിന്ന എല്ലാ ദോഷങ്ങളും മാറും. വേഴം പ്രതികൂലിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് വിത്തക്ഷയം, നഷ്ടം, പ്രവാസം, നാടുവിട്ടുപോക്ക്, രോഗങ്ങൾ, മരണഭയങ്ങൾ, അപകടങ്ങൾ, കടങ്ങൾ, അപവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു. കേസ് വഴികൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് ചെയ്യുന്ന ആൾക്കാർ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സാമ്പത്തിക തടസ്സങ്ങൾ വരും. ഒരു വസ്തു വിൽക്കാനും പറ്റില്ല, വേറെ വാങ്ങിക്കാനും പറ്റില്ല. കേസ് നിയമ നടപടികളൊക്കെ നേരിടുന്നവർക്കും പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടണില്ല, സഹായം കിട്ടണില്ല, മെച്ചം കിട്ടണില്ല എന്നൊക്കെ തോന്നും. ഒരു കണക്ക് നോക്കിയാൽ നമുക്ക് ഈ വേഴത്തിൻ്റെ അനിഷ്ട സഞ്ചാരകാലം വലിയ വിഷമതകളാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വിഷമതകൾ മാറ്റിയെടുക്കാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റും. ജാതകത്തിൽ നമ്മൾ നോക്കണം. നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ പിടിച്ചു പറ്റി നിൽക്കാൻ പറ്റും. വേഴദശ, ചന്ദ്രദശ, ബുധദശയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലത് വരും. അല്ല രാഹുദശയോ അല്ലെങ്കിൽ അതേപോലെ കേതുദശയോ ചൊവ്വാദശയൊക്കെ ആണെങ്കിൽ നമുക്ക് ശത്രുതയും വിരോധവും ഒക്കെ കൂടി വന്നുകൊണ്ടിരിക്കും. അതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയമം, ശത്രുദോഷം ബാധിക്കാതിരിക്കുക, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങളും നന്മകളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട്. അത് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുത്താൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ മാറി കിട്ടും. പലതരത്തിലുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പാല്, തൈര്, പനിനീര്, ഇളനീര്, കളഭം, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, വാഗം മുതലായ എല്ലാ ശേഷ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. ഭഗവാനെ പ്രാർത്ഥിച്ച ദോഷങ്ങൾ മാറി കിട്ടും. അമാവാസി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഭക്തജനങ്ങൾക്ക് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും മെസ്സേജുകൾ അയയ്ക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വേഴത്തിൻ്റെ അനിഷ്ടം കൊണ്ട്, രാഹുവിൻ്റെ 6ലെ സഞ്ചാരം കൊണ്ടുണ്ട്. അതിന് നമുക്ക് കഴിയുന്ന പ്രാർത്ഥന, ജപം, തപം ഇതൊക്കെ നടത്തി വാഹനങ്ങൾ ഓട്ടിക്കുന്നതും സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് വളരെ സൂക്ഷിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിച്ച സർവ്വവിധ ദോഷങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.